ചൂടാറും മുമ്പേ അരുൺ പുറത്തുപോയ വിവരം അമ്മ വിളിച്ച് പറയണം. അച്ചുവേട്ടൻ കുരിപ്പുഴ വീട്. കുരിപ്പുഴ വീട്. ഭാർഗവിയമ്മ മംഗലത്ത് വീട്. മംഗലത്ത്. ഇപ്പൊ എത്രയും മോളെ? 65. ആ, അത്ര ആൾക്കാരും മതി. അതിനകത്ത് 10-25 പേരെ വിളിച്ചതാ. ഇനി അത്യാവശ്യമുള്ളവരെ മറക്കാതെ വിളിക്കണം, ആ ലിസ്റ്റ് നോക്കിയിട്ട്. മഞ്ജുവാണല്ലോ വിളിക്കുന്നേ. അവിടെ എന്തെങ്കിലും വിഷയമുണ്ടോ എന്തോ? ആ, പറയും മോളെ. അവൻ പുറത്തേക്ക് പോയമ്മേ, അരുൺ. എവിടേക്കാ പോയത്? വെറുതെ പുറത്തേക്ക് ഇറങ്ങിയാന്നാ പറഞ്ഞേ. എങ്കിലും അതിനെ ചോദ്യം ചെയ്തപ്പോ അവൻ എന്നോട് തിരിച്ച് ദേഷ്യപ്പെടുമായിരുന്നു. അവൻ ദേഷ്യപ്പെടട്ടെ. ഇനിയിപ്പോ എത്ര കടന്ന് ചാടിയാലും എവിടെ വരെ പോകുന്നു എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ കടുംപിടുത്തൊന്നും വേണ്ട. കല്യാണം വിളി തുടങ്ങി. ഇനി അവൻ അപ്പച്ചി ചതിക്കില്ല. ചതിച്ചാൽ എന്താ സംഭവിക്കുന്നെന്ന് അവന് നന്നായി അറിയാം. എന്നാലും ഇടയ്ക്ക് വന്ന് അവന് 2 ഡോസ് കൊടുക്കുന്നത് നല്ലതാ. ഇനി കല്യാണം വരെ അവൻ എല്ലാവരോടും ദേഷ്യപ്പെടും. അത് മോള് വലിയ കാര്യാക്കണ്ട. അമ്മ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നിച്ചവിടെ കഴിയാം. കാര്യവിവരമില്ലാത്ത ബോറനായൊരു ഹസ്ബൻഡാണല്ലോ ഇവിടെയുള്ളത്, നിങ്ങളുടെ അച്ഛൻ. അപ്പൊ കുറച്ചു ദിവസം അവിടെ വന്ന് നിന്നാൽ എനിക്കതൊരു ആശ്വാസവും. അവനെ ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം, അരുണിനെ. ശരി മോളെ. ശരിയമ്മേ. ഒരു സംശയം ദേവ, കല്യാണം കഴിഞ്ഞ് ഞാൻ തനിക്ക് ബോറനായി. എന്നാൽ ഇന്ന് വരെ എന്റെ ഭാര്യ എനിക്ക് ബോറായി തോന്നിയിട്ടില്ല. എന്റെ മുഖത്ത് നോക്കിയാൽ ആർക്കും ബോറടിക്കില്ല. എന്നാ നിങ്ങളുടെ കാര്യം മറിച്ച. ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ടച്ച. എന്നും ഒരേ വിഷയം തന്നെ കേട്ടോണ്ടിരുന്ന ഭയങ്കര മുഷിച്ചില്ല. കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഞാൻ ഈ മുഷിച്ചിൽ സഹിക്കുക. എത്ര പറഞ്ഞാലും ഇടയിൽ കയറി വരും സംസാരിക്കാനായിട്ട്. ജോലി സ്ഥലത്ത് എത്തുമ്പോൾ മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. വീടിനകത്ത് എന്നോട് സംസാരിക്കാൻ എന്റെ മക്കൾക്ക് പോലും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അല്ലെങ്കിലും മക്കൾ അച്ഛനെ അറിയുന്നത് അവര് കുടുംബജീവിതം തുടങ്ങിയതിനു ശേഷമാണ്. പ്രത്യേകിച്ച് അമ്മമാരുടെ ശിക്ഷണത്തിൽ വളരുന്ന മക്കൾ. നമ്മുടെ മൂത്ത മോളുടെ വിവാഹം കഴിഞ്ഞല്ലോ. എന്നിട്ടവൾ അമ്മയെക്കാളും അച്ഛനാണോ പ്രാധാന്യം തരുന്നത്? അനന്തുവിനെ പോലെ അല്ല അരുൺ. അവന് കുറച്ചുകൂടെ വ്യക്തിത്വമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് മഞ്ജുവിനെ പോലെ അരുണിനൊപ്പം ഇവൾക്ക് അവിടെ കഴിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ലതികേട്ടത്തിയുടെ സഹായത്തിന് അവിടെ ഒരാള് വരണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. അടുക്കളപ്പണി അറിയാത്ത മരുമക്കൾ അമ്മായിയമ്മമാർക്കൊരു ബാധ്യതയാണ്. എന്നുവെച്ചാൽ ആൺമക്കൾ കല്യാണം കഴിക്കുന്നതോടെ അവർ ശരിക്കും വീട്ടുജോലിക്കാരായി തഴയപ്പെടും. അത് സഹിക്കുന്ന കൂട്ടത്തിലല്ല അരുൺ. ഞാൻ പുരുഷൻ മാമന്റെ കൂടെ ഇപ്പൊ അടുക്കള കയറുന്നുണ്ട്. കറികൾക്ക് ഉപ്പ് നോക്കാനായിരിക്കും. നിങ്ങൾക്ക് എന്നെ എന്റെ മക്കളെയും കളിയാക്കുന്നതാണല്ലോ സന്തോഷം. നിങ്ങൾ ആരെങ്കിലും കല്യാണം വിളിക്കാൻ പോയോ? ഇല്ല, ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ട്. ആ, അതൊക്കെ മതി. വരേണ്ടവര് വന്നോളൂ. വന്നാലും വലിയ സ്വീകരണമൊന്നും കിട്ടില്ലല്ലോ. ഭർത്താവിന്റെ ബന്ധുക്കൾ ഭാരമാണെന്ന് അവർക്കും അറിയാം. പിന്നെ അവരുടെ നാവിന്ന് അറിയാതെ എന്തെങ്കിലും വീണാൽ വേദനിച്ച് അവർക്ക് മടങ്ങേണ്ടി വരും. അത് കണ്ടു നിൽക്കുന്നത് പ്രയാസമാ. കാര്യങ്ങളൊക്കെ ശരിക്കറിയാം. എന്നാലും ഇടയ്ക്ക് മുള്ളുവെച്ച സംസാരവും പുറത്തു വരുന്നുണ്ട്. കാർത്തു, ഞാൻ അമ്മയുടെ ഫോണിൽ നിന്ന് സംസാരിക്കുന്നത്. താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട.
അപ്പച്ചി എന്ത് വിചാരിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. വിവാഹത്തിന് വേണ്ടി അപ്പച്ചി ഇത്രയും തയ്യാറെടുപ്പുകൾ നടത്തി. അതാ എന്റെ വിഷമം. താൻ കുറച്ചുകൂടി തന്റെ ഇടം കാട്ടിയേ പറ്റൂ. എടോ, സത്യങ്ങളൊക്കെ അറിയുന്ന നിമിഷം പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കും. ഹലോ ഹലോ സാർ. ചേട്ടാ, വണ്ടി ഇടിച്ചടാ. ഓടിയോ വണ്ടി ഇടിച്ചോ. സാർ ഹലോ. എവിടെ നോക്കിട്ടാ മോനെ വണ്ടി ഓടിക്കണേ. വണ്ടിയിലോട്ട് കയറിയോട്ടോ. ഹലോ ഹലോ. ഈശ്വരാ, സാറിന് എന്തെങ്കിലും സംഭവിച്ചു കാണോ? മോനെ കൈക്ക് നല്ല വേദന ഉണ്ടോ? കേറിക്കോ തുറന്നു കൊടുത്തേ ചേട്ടാ. ഫോണും കൊടുത്തേ. ചേട്ടാ ഫോൺ. കാത്തിരുന്നിട്ട് മോൻ വന്നില്ലേ? അവൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവൻ മുങ്ങിയതാ അവന്റെ ജോലി സ്ഥലത്തോട്ട്. ഇനി തിരിച്ചു വന്നാ ഭാഗ്യം. അമ്മായിക്ക് സന്തോഷായല്ലോ. പുറമേ ചെറിയ എതിർപ്പൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ജോലിക്കാരിയെ മരുമകളാക്കണമെന്ന അമ്മായിയുടെ ആഗ്രഹം. എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. അവരൊരു വിവാഹം കഴിച്ച് കാണണം, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. മാളുവിന്റെ കാര്യത്തിൽ അമ്മ തറപ്പിച്ചൊന്നും പറയുന്നില്ല. എല്ലാ ഭാഗത്തുനിന്നും പ്രഷർ ചെലുത്തിയാലേ അവന്റെ മനസ്സ് മാറൂ. ഞാൻ പറയാവുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ആ പറയുന്നുണ്ട്. അടുക്കളയിൽ സഹായിക്കാനേ അനാഥ പെണ്ണിനെ കൊണ്ടുവരാൻ. ദേ, നീ വെറുതെ ഓരോന്നുണ്ടാക്കി പറയല്ലേ മഞ്ജു. അടുക്കളപ്പണിയിൽ സഹായിക്കുന്ന ഒരു മരുമോളെ വേണോന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് നേരാ. അതിപ്പോ ഏതമ്മമാരായാലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. എന്നുവെച്ച് അതിന് കാർത്തു തന്നെ വേണോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അമ്മ അവന്റെ ഒപ്പം അവന്റെ ജോലി സ്ഥലത്ത് പോയില്ലേ ഒരു ദിവസം? അന്ന് ശരിക്കും പറഞ്ഞ എന്തിനാ പോയത്? അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പറഞ്ഞത് ഞങ്ങൾക്ക് വിശ്വാസമായിട്ടില്ല, അതുകൊണ്ടാ ചോദിച്ചത്. അവൻ താമസിക്കുന്നിട ഒന്ന് കാണാൻ വേണ്ടിയാ പോയത്. അല്ലാന്ന് ഞങ്ങൾക്കറിയാം. അന്ന് അവൻ അവളെ കാണിച്ചു തന്നു. അവളെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് പറയുകയും ചെയ്തു. അമ്മേ, അവൻ ആ നാട്ടിൽ അവളുമായി കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടതാണ്. അവളുടെ ചായക്കടയിലാണ് അവന്റെ സ്ഥിരം പറ്റ്. എന്ന് വെച്ചാ രണ്ടാളും തമ്മിൽ ഒരുപാട് അടുത്തുന്ന അർത്ഥം. ഇനി പിരിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് വിളിക്കാൻ എന്തുവിട്ട് അവനെ. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വിച്ച് ഓഫാ. ആ ഇനി അവനെ കുറച്ചു ദിവസത്തേക്ക് കാണില്ല. അവളെ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് അവരൊന്നിച്ച് താമസം തുടങ്ങി കാണും. അങ്ങനൊന്നും അവൻ ചെയ്യില്ല. പിന്നെ അവൻ എവിടാ? ദേ വരുന്നു എന്ന് പറഞ്ഞ് പോയവനാ. ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അമ്മയും വിളിക്കുന്നുണ്ടാവും. വീട്ടിനകത്തിരുന്ന് ശ്വാസം മുട്ടിയതല്ലേ, പുറത്തുപോയി കൂട്ടുകാരുമായിട്ട് സംസാരിക്കുന്നുണ്ടാവും. എന്നാ പിന്നെ വിളിക്കുമ്പോ ഒന്ന് ഫോൺ എടുത്തുകൂടെ? ഞാൻ അമ്മയെ വിളിച്ച് ഉടൻ വിവരം പറഞ്ഞതാ. അപ്പൊ അമ്മയ്ക്കും അവൻ അമ്മയെ മറന്നൊന്നും ചെയ്യില്ല എന്നായിരുന്നു വിശ്വാസം. എന്നാ ഇന്ന് അമ്മയെക്കാളും അവൻ ആവശ്യം ഇപ്പൊ അവളെയാ. അത് മാത്രം എല്ലാരും മറന്നുപോയി. ഇനി അനുഭവിക്കട്ടെ.
ഇതൊരു കുടുംബതലത്തിൽ ചെന്ന് അവസാനിക്കരുത് അമ്മേ. അവൻ മടങ്ങി വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവന്റെ മനസ്സ് മാറ്റിയെടുക്കണം. ഇപ്പോ ഭയം കൊണ്ടിങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കുക, അത് പോരാ. അപ്പച്ചയെ അനുസരിച്ച് ജീവിക്കണം. ഇവിടെ അപ്പച്ചയെ വേദനിപ്പിക്കാൻ പാടില്ല. The number you are trying to reach is currently switched off. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. The number you are trying to reach is currently കിട്ടിയില്ല അമ്മ. switched off. ഇല്ല, ഇനി നാട്ടിലേക്ക് പോയി കാണുവോ? അതിനുള്ള ധൈര്യം അവനില്ലെന്നാ വിശ്വാസം. പിന്നെ ആര് വിളിച്ചിട്ടോ എടുക്കുന്നില്ലല്ലോ അമ്മ. തിരിച്ച് വീട്ടിലെത്തിയിട്ടുമില്ല. നീ വിഷമിക്കേണ്ട മോളെ. കല്യാണ ലെറ്റർ അടിച്ചു, കല്യാണം വിളിയും തുടങ്ങി. അതൊക്കെ അവനും നന്നായിട്ട് അറിയാം. എന്നിട്ടും എന്നെ വിഷമിപ്പിക്കുന്നു തോന്നുന്നില്ല. അങ്ങനെ അവൻ കുരങ്ങ് കളിപ്പിച്ചാൽ അവളുമായി ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ അവനെ സമ്മതിക്കില്ല. ബൈക്കിൽ അത്രയും ദൂരമൊന്നും അരുണേട്ടൻ പോവാറുള്ളതല്ലോ. പോയി കാണില്ല, വീട്ടിനകത്തിരുന്ന് ശ്വാസം മുട്ടിയതല്ലേ. അതുകൊണ്ട് പുറത്തെവിടെയെങ്കിലും ചുറ്റുമായിരിക്കും. ഇനി അവൾ ഇങ്ങോട്ട് വന്നു കാണോ? ആ കാർത്തു അവൾക്ക് പരിചയമുള്ള സ്ഥലമാണ്. അവളുടെ ഏട്ടത്തിയുടെ നാടാ. അതുകൊണ്ട് അതിന് ചിലപ്പോ സാധ്യതയുണ്ട്. എനിക്കൊരു സമാധാനമില്ല. അമ്മ വേറെ ആരെയും നോക്കണ്ട, അരുണേട്ടനെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതിയെന്ന് പറഞ്ഞപ്പോ കാര്യങ്ങൾ ഇത്രയും വഷളാകുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മ പറഞ്ഞ അരുണേട്ടൻ അതിനപ്പുറം നിൽക്കില്ലെന്നാ കരുതിയത്. എന്റെ വിശ്വാസം അത് തന്നെയായിരുന്നു. പിന്നെ അവനെ കുറ്റം പറയണ്ട. ഒരു പെണ്ണ് മനസ്സിൽ കയറി കഴിഞ്ഞാൽ ഏത് ബ്രഹ്മചാരിക്കും താളം തെറ്റും. അവൻ മറ്റൊരാളായി മാറും. അതാ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായി സ്നേഹിച്ചവളെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ പറ്റുന്നില്ല. എന്നാൽ അതിന് നിങ്ങളുടെ വിവാഹം വരെയാണ് ആയുസ്. അത് കഴിഞ്ഞാൽ അവള് മെല്ലെ മറന്നു പോയിക്കൊള്ളും. എന്തായി മോളെ? വിളിച്ചിട്ട് എടുക്കുന്നില്ല പപ്പേട്ട. എന്തോ അപകടം ഉണ്ടായെന്നുള്ള കാര്യം ഉറപ്പാ. സംസാരിച്ചു നിൽക്കുമ്പോ പണ്ടിയിൽ എന്തോ തട്ടിയിട്ടുണ്ട്. വിവരങ്ങളൊന്നും അറിയാത്തോണ്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല പപ്പേട്ട. ഏയ്, ഒന്നും സംഭവിക്കില്ല മോളെ. ചിലപ്പോ സാറിന്റെ മുന്നിലായിരിക്കും അപകടം നടന്നിട്ടുണ്ടാവുക. അവരെ സാറ് ചിലപ്പോ ആശുപത്രിയിൽ എത്തിച്ചും കാണും. അരുണിന് സ്വസ്ഥത കിട്ടിയിട്ടില്ല. എന്നുവെച്ചാ വീടിനകത്ത് തളയ്ക്കപ്പെട്ടു പോയില്ലേ. പിന്നെ പുറത്തിറങ്ങിയപ്പോഴാ വിളിച്ചത്. അല്ല, അവിടെ ആരുടെയും നമ്പർ അറിയാവോ? വേറെ ആരുടെ അറിയില്ല. ഞാൻ ആ വക്കീലിനെ വിളിച്ചിരുന്നു. സാറ് കോടതിക്ക് അകത്താന്ന് തോന്നുന്നു. മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എനിക്ക് സാറിനെ ഒന്ന് കാണണം പപ്പേട്ട. സാറിന് എന്തോ പറ്റിയിട്ടുണ്ട്. അങ്ങനൊക്കെ ചിന്തിക്കാതെ മോളെ. സാർ ഉടനെ മോളെ വിളിക്കും. വിളിച്ചു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും തീരുമാനം എടുപ്പിക്കണം. അവിടെ വിവാഹത്തിന് വേണ്ട ഒരുക്കുന്ന തകൃതിയായിട്ട് നടക്കുക. അവിടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ട് പിന്നെ നമ്മൾ സത്യം പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇനിയിപ്പോ അപ്പച്ചിയാണ് പ്രശ്നമെങ്കിൽ അപ്പച്ചിയെ പോയി കാണണം. അയ്യോ, അത് വേണ്ട പപ്പേട്ട. ഇതെല്ലാം കൂടെ പറയരുത് കാർത്തു. സാറിന് അപ്പച്ചിയോട് വിവരങ്ങൾ പറയാൻ വിഷമം കാണും, പേടി കാണും. എന്നാൽ നമുക്കതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ആദ്യം സാറിന് എന്താ സംഭവിച്ചെന്നൊന്ന് തിരക്ക്. എനിക്ക് എത്രയും പെട്ടെന്ന് സാറിനോട് സംസാരിച്ചേ പറ്റൂ. ഞാനേതായാലും ഉടനെ പോയി അഖിൽ വക്കീലിനെ കാണാം, കോടതി കഴിയുമ്പോ തന്നെ. എന്താ സംഭവിച്ചെന്ന് ഒരു വിവരമില്ലല്ലോ.
ഇക്കണക്കിന് അവനെ പൂട്ടിയിടേണ്ടതായിരുന്നു. അവൻ നേരെ അവന്റെ ജോലി സ്ഥലത്തേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ നീ സംശയിക്കുന്നത് പോലെ ഒരു ഒളിച്ചോട്ടം പ്രതീക്ഷിക്കാം. എന്തായാലും അവൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വരത്തില്ല. എവിടെയെങ്കിലും ഒളിവി താമസിക്കും. അങ്ങനെ താമസിച്ചാലും അമ്മ മിക്കവാറും അവനെ അവളെയും പിന്തുടർന്ന് കൊല്ലും. വിശ്വാസവഞ്ചന അമ്മ ഒരിക്കലും സഹിക്കില്ല. എന്തായി? ഒരു വിവരമില്ല. അമ്മ ഒരു കാര്യം ചെയ്, ആ കള്ളി ഒന്ന് വിളിക്ക്. കാർത്തൂനെ വിളിക്കമ്മേ. അരുൺ സാറിന്റെ അപ്പച്ചിയാ. എടുക്കെടുക്ക്. ഹലോ, അരുൺ അവിടെ വന്നോടി? ഇല്ല അപ്പച്ചി. അപ്പച്ചിയോ? ഏത് വകയില്? അവൻ അങ്ങോട്ട് വരുന്ന കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. നിന്നവൻ വിളിച്ചായിരുന്നോ? വിളിച്ചിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഞങ്ങള് സംസാരിച്ചോണ്ടിരുന്നപ്പോ എന്തൊക്കെയോ ശബ്ദം കേട്ടായിരുന്നു. ബൈക്ക് വീഴുന്ന പോലെയൊക്കെ തോന്നി. പിന്നെ സംസാരിക്കാൻ പറ്റിയില്ല. എന്തോ അപകടം ഉണ്ടായെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്റെ വാക്ക് കേൾക്കാതെ വിളിച്ചെങ്കിൽ അപകടം ഉണ്ടാവൂടി. നിന്നോട് സംസാരിച്ചാൽ അവന് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അവനുമായിട്ട് സംസാരിക്കരുതെന്ന് പറഞ്ഞതല്ലേടി നിന്നോട്? പിന്നെ എന്തിനാടി വിളിച്ചത്? സാറ് ഇങ്ങോട്ടാ വിളിച്ചത്. അപ്പൊ നീ എന്തിനാ സംസാരിച്ചത്? അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ചുട്ടുകളയും നിന്നെ ഞാൻ. എന്താ മോളെ? എന്താ അമ്മയോട് പറയുന്നേ? അവളുമായി സംസാരിച്ചോണ്ടിരുന്നപ്പോ അവനെന്തോ അപകടം പറ്റിയ പോലെ തോന്നിയെന്ന്. അയ്യോ, ആകെ ടെൻഷനായല്ലോ. അവള് കള്ളം പറഞ്ഞതായിരിക്കും അമ്മേ. എന്റെ സംശയം അത് തന്നെയാ. അവിടെ എത്തിയിട്ടില്ല അടുത്തി. അപ്പോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. സാറിന്റെ വിവരങ്ങൾ അറിയാതെ ഇനി സ്വസ്ഥത കിട്ടില്ല അടുത്തി. എനിക്ക് എന്തൊക്കെയോ ഭയം പോലെ. ഇനി എന്റെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. സാറ് ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞാ മതിയായിരുന്നു. ഒന്നും സംഭവിക്കില്ല മോളെ. എനിക്ക് ഉറപ്പില്ല അടുത്തി. 100 കൂട്ടം ചിന്തകളുമായിട്ടാ സാറിപ്പ സഞ്ചരിക്കുന്നത്. എന്നെ വിളിക്കുമ്പോഴും വണ്ടി ഓടിക്കുന്നതിലായിരുന്നില്ല ശ്രദ്ധ. എന്താ സംഭവിച്ചതെന്ന് അറിയാതെ മോളിങ്ങനെ വേവലാതിപ്പെടാതെ. ഞാൻ പറഞ്ഞതാ സാറിനോട് ഇനി എന്നെ കാത്തിരിക്കണ്ടെന്ന്. അതിപ്പോഴെന്നല്ല എപ്പോഴും പറയുന്നതാ. കേൾക്കാതെ എന്തു ചെയ്യും? മനസാക്ഷിയുള്ള ഒരാൾക്ക് അതിന് കഴിയില്ല മോളെ. അതുകൊണ്ട് തന്നെയാ സാറിന് അപകടമൊന്നും പറ്റരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്.